ഈ സിനിമയിൽ വലിയ സസ്പെൻസോ ഫൈറ്റോ ഒന്നും തന്നെ ഇല്ല. ഈ കഥ നമ്മുടെ ഇന്ത്യയിൽ നടന്നതാണ്. ചിലപ്പോൾ ഇന്നും ഇതേപോലെ ഇന്ത്യയിൽ നടക്കുന്നുണ്ടാവും. ഈ സിനിമയിൽ നടന്ന കാര്യങ്ങൾ റിയൽ ലൈഫിൽ ഒരുപാട് പെൺകുട്ടികൾ, അത് 3-4 വയസ്സ് പ്രായമുള്ള ചെറിയ പെൺകുട്ടികൾ നേരിട്ടതാണ് എന്ന് അറിയുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നും. ഇത്രയ്ക്കും ക്രൂരമായ മനുഷ്യരുണ്ടാവുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതുകൂടാതെ നമ്മളും ഒരു മനുഷ്യരാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ രീതിയിലുള്ള ഒരു സിനിമയാണ് ഈ സിനിമ. അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ സിനിമയുടെ ഉള്ളിലേക്ക് തള്ളിക്കയറാം. സിനിമയുടെ തുടക്കത്തിൽ ഒരുത്തൻ ഒരു മുറിയിലേക്ക് കയറി ചെല്ലുന്നു. അന്നേരം ഒരു പെൺകുട്ടി ഉറക്കെ നിലവിളിച്ച് കരയുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മധ്യവയസ്കൻ അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവൾ അതിന് സമ്മതിച്ചില്ല. അങ്ങനെ ദേഷ്യം വന്ന ആ മധ്യവയസ്കൻ കുറച്ച് മുളകുപൊടി എടുത്ത് ആ പെൺകുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിന്റെ അകത്തേക്ക് ഇടുന്നു. ശേഷം ആ പെൺകുട്ടി നിലവിളിച്ച് കരയുന്നത് ചിരിയോടെ ആസ്വദിക്കുകയാണ് ആ മധ്യവയസ്കൻ. അങ്ങനെ നേരത്തെ അങ്ങോട്ടേക്ക് വന്നവരും ആ മുളകുപൊടി ഇട്ടവനും കൂടി ആ പെൺകുട്ടിയെ കൊന്നുകളയുന്നു. ശേഷം ഒരു ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു കളയുന്നു. അന്നേരം അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരനോട് ഇത് ബെൻസി സാറിന്റെ അറിവോടെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുമില്ല, ഒരു ബോഡി കത്തിച്ചിട്ടുമില്ല എന്ന് ആ ജോലിക്കാരനെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ അടുത്ത സീനിൽ വൈശാലി എന്ന ലോക്കൽ ന്യൂസ് റിപ്പോർട്ടറെ കാണിക്കുന്നു. ഇവൾ ഒരു ചെറിയ TV ചാനൽ നടത്തി വരുന്നു. തന്റെ ചാനൽ കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നതാണ് ഇവളുടെ ലക്ഷ്യം. എന്നാൽ വൈശാലിയുടെ ചാനൽ അത്രയ്ക്ക് പോപ്പുലർ അല്ല. അങ്ങനെ പുലർച്ചെ 3 മണിക്ക് ഗുപ്ത എന്നൊരു വ്യക്തി വൈശാലിയെ ഫോൺ വിളിച്ച് ഒരു ഇമ്പോർട്ടന്റ് ആയ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, എത്രയും വേഗം വരണമെന്ന് പറയുന്നു. അങ്ങനെ ഗുപ്ത തന്റെ കയ്യിലുള്ള റിപ്പോർട്ട് വൈശാലിക്ക് കൈമാറുന്നു. അതൊരു സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടായിരുന്നു. അതിൽ സംസ്ഥാനത്തെ അനാഥരായ പെൺകുട്ടികളെ താമസിപ്പിക്കുന്ന അഭയകേന്ദ്രത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ സർവേ പ്രകാരം അവിടെയുള്ള പെൺകുട്ടികൾ ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നു. അതുകൂടാതെ മുനവർപൂരിലെ ഒരു ബാലിക അഭയകേന്ദ്രത്തിലെ പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന കാര്യവും ആ റിപ്പോർട്ടിലുണ്ട്. ഈ മുനവർപൂർ വൈശാലിയുടെ താമസ സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരെയാണ്. അങ്ങനെ വൈശാലി ഗുപ്താജിയോട് പൈസ ഞാൻ പിന്നെ തരാം, ആദ്യം ഞാൻ ഈ റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വാങ്ങിയ ശേഷം പിറ്റേ ദിവസം തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഭാസ്കർജിയുമായി ഈ റിപ്പോർട്ടിന്റെ കാര്യം അവൾ സംസാരിക്കുന്നു. അന്നേരം ഭാസ്കർജി ആ ഗുപ്തയെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവരൊരു തരികിടയാണ്, കഴിഞ്ഞ പ്രാവശ്യം അവൻ തന്ന റിപ്പോർട്ട് ഫേക്ക് ആയിരുന്നു, എന്തോ ഭാഗ്യത്തിനാണ് നമ്മൾ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ വൈശാലിയും ഭാസ്കർജിയും മുനവർപൂരിലെ ബാലിക അഭയകേന്ദ്രത്തിലെത്തി അവിടുത്തെ ചുറ്റുപാടിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരുത്തൻ വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി പറഞ്ഞുവിടുന്നു. ഇവനാണ് സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയെ കൊന്ന് കത്തിച്ചു കളഞ്ഞത്. അങ്ങനെ വൈശാലി അവിടെ നിന്ന് നേരെ അവളുടെ സഹോദരന്റെ വീട്ടിലേക്ക് പോകുന്നു. അവന്റെ വീട് അവിടെ അടുത്താണ്. അന്നേരം സഹോദരൻ വൈശാലിയോട് പ്രസവം മാറ്റിവെക്കുന്നതിനെ കുറിച്ചും അവൾ അവളുടെ ചാനലിന്റെ പിറകെ പോയി ലൈഫ് നശിപ്പിക്കുന്നതിനെ കുറിച്ചും വഴക്ക് പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ വൈശാലി മുനവർപൂരിലെ ശിശുക്ഷേമ സമിതിയിൽ പോയി അവളുടെ കയ്യിലുള്ള റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കുന്നു. അന്നേരം അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ മിഥിലേഷ്, ഇത് ഗവൺമെന്റ് റിപ്പോർട്ടല്ല, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റുകയുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞ് അയാൾ വൈശാലിയെ ഒഴിവാക്കുന്നു. ഇതേ സമയം വൈശാലിയുടെ ഭർത്താവായ അരവിന്ദനെ മുനവർപൂരിൽ നിന്നും ബെൻസി സാഹു വിളിച്ച് വൈശാലി ഇനി മുതൽ മുനവർപൂരിലെ ബാലിക അഭയകേന്ദ്രങ്ങളെ കുറിച്ച് അന്വേഷിക്കരുത് എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ വൈകുന്നേരം വീട്ടിലെത്തിയ വൈശാലിയോട് അരവിന്ദ് നീയെ എന്തന്വേഷിക്കാനാണ് മുനവർപൂരിലേക്ക് പോയതെന്ന് ചോദിച്ച് അവളുടെ കയ്യിൽ നിന്നും അവന്റെ വണ്ടിയുടെ താക്കോൽ തിരിച്ചാവശ്യപ്പെട്ട് ബെൻസി സാഹു ഭീഷണിപ്പെടുത്തിയ കാര്യം പറയുന്നു. അയാൾ ഒരു കുഴപ്പക്കാരനാണെന്നാണ് നിന്റെ ചേട്ടൻ പറഞ്ഞത്, അതുകൊണ്ട് നീ കുഴപ്പത്തിനൊന്നും പോകരുത് എന്നൊക്കെ പറയുന്നു. അന്നേരം വൈശാലി, എനിക്ക് എന്റെ ജോലി ചെയ്യണ്ടേ, എനിക്ക് ബെൻസി സാഹു ആരാണെന്ന് അറിയില്ല, പിന്നെ എനിക്ക് നിന്റെ വണ്ടി വേണ്ട എന്ന് പറഞ്ഞ് അരവിന്ദന്റെ വണ്ടിയുടെ ചാവി അവന് തന്നെ തിരിച്ചു കൊടുത്ത് വൈശാലി പിണങ്ങിപ്പോകുന്നു. അങ്ങനെ അടുത്ത സീനിൽ വൈശാലി ആ ഓഡിറ്റ് റിപ്പോർട്ട് വായിച്ച് സങ്കടപ്പെടുന്നു. കാരണം ആ അഭയകേന്ദ്രത്തിലെ പെൺകുട്ടികൾ അത്രയ്ക്കും വൃത്തികെട്ട രീതിയിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. ചില പെൺകുട്ടികളെ അവിടെ നിന്ന് കാണാതായിട്ടുണ്ട്, അവരൊക്കെ കൊന്ന് കത്തിച്ചു കളഞ്ഞതാണ്. അങ്ങനെ ആ റിപ്പോർട്ട് വായിച്ച് ടെറസിന്റെ മുകളിലെത്തിയ വൈശാലി താഴേക്ക് നോക്കുമ്പോൾ അവളുടെ വീടിന്റെ മുന്നിൽ ഒരു കറുത്ത കാർ പാർക്ക് ചെയ്ത് വൈശാലിയെ തന്നെ വാച്ച് ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് വൈശാലി ആകെ ഭയക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം വൈശാലിയും ഭാസ്കർജിയും ഗുഷി ഷെൽട്ടർ ഹോമിൽ എത്തി കുട്ടികളുടെ വിവരങ്ങൾ തിരക്കുന്നു. അന്നേരം അവിടെ ഉണ്ടായിരുന്ന കെയർടേക്കർ ഇവിടെ 18 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് താമസിപ്പിക്കാറ്, അതിന് ഗവൺമെന്റ് ഫണ്ട് തരുന്നുണ്ട്. അതുകൂടാതെ ചില കാരണങ്ങൾ കൊണ്ട് കുട്ടികളെ ഈ ഷെൽട്ടർ ഹോമിലേക്ക് കൊണ്ടുവരാറുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകാറുണ്ട് എന്നൊക്കെ പറയുന്നു. അന്നേരം വൈശാലി മുനവർപൂർ ഷെൽട്ടർ ഹോമിൽ നിന്നും ഏതെങ്കിലും കുട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അന്നേരം അയാൾ ഇല്ല, അവിടെ നിന്നും ഇതുവരെ ആരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മുനവർപൂരിൽ നിന്നും കുട്ടികളെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്, അവർക്ക് എന്തു പറ്റി, ആർക്കും ഒരു പിടിയുമില്ല. അങ്ങനെ വൈശാലി ബെൻസി സാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ തീരുമാനിക്കുന്നു. അതിനായി അവൾ ആ ഓഡിറ്റ് റിപ്പോർട്ട് അവരുടെ ചാനൽ വഴി പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ ഈ വാർത്ത കണ്ട ബെൻസി സാവു വൈശാലിയെ നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഇനി ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പിറകെ പോകരുത്, ഇനി എങ്ങാനും നീ എന്റെ പിറകെ വന്നാൽ ചിലപ്പോൾ നീ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ വൈശാലി ഭാസ്കർജിയെ അയാളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത ശേഷം അവളുടെ സ്കൂട്ടിയിൽ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അന്നേരം ഒരു ബ്ലാക്ക് കാർ അവളെ ഫോളോ ചെയ്യുന്നു. വൈശാലി ആ കാർ കണ്ട് ഭയന്ന് വിറച്ച് വീടിനകത്തേക്ക് കയറി പോകുന്നു. അന്നേരം വൈശാലിയുടെ ഭർത്താവ്, ഞാൻ 2 മണിക്കൂറായി ഭക്ഷണം കഴിക്കാതെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നീ എന്താണ് ഇത്രയും വൈകിയത്, വല്ല പെൺകുട്ടികൾക്കും വേണ്ടി നീ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്
വരുന്നത് എന്ന് ചോദിച്ച് ബഹളം വയ്ക്കുന്നു. അന്നേരം വൈശാലി ദേഷ്യത്തോടെ, വല്ല വീട്ടിലെ പെൺകുട്ടികൾക്ക് എന്ത് പറ്റിയാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നമല്ലേ? നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾക്ക് ഈ ഗതി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെപ്പോലുള്ളവരാണ് ഈ നാടിന്റെ ശാപം എന്നൊക്കെ പറഞ്ഞ് വൈശാലി ദേഷ്യപ്പെടുന്നു. അങ്ങനെ പിറ്റേ ദിവസം വൈശാലിയും ഭാസ്കർജിയും അവർക്കറിയാവുന്ന എല്ലാ ബാലിക അഭയകേന്ദ്രത്തിലും പോയി മുനവർപൂരിലെ അഭയകേന്ദ്രത്തിൽ നിന്നും പെൺകുട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അന്നേരം മോത്തിഹരിയിലെ ഒരു അഭയകേന്ദ്രത്തിലേക്ക് 2 വർഷം മുമ്പ് മുനവർപൂരിൽ നിന്നും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരുന്നു. എന്നാൽ അവൾ എല്ലാ കുട്ടികളെ ആക്രമിച്ചു. അതുകൊണ്ട് അവൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് കരുതി ആ ഷെൽട്ടർ ഹോമിൽ നിന്നും ആജിപൂരിലെ ഷെൽട്ടർ ഹോമിലേക്ക് ആ പെൺകുട്ടിയെ മാറ്റി. അതുകൂടാതെ ഇവർ പോയ മറ്റൊരു ബാലിക അഭയകേന്ദ്രത്തിലെ സെക്യൂരിറ്റി ഇവരെ അകത്തേക്ക് കടത്തിവിടാതെ പറഞ്ഞയക്കുന്നു. അങ്ങനെ അവസാനം വൈശാലി മധുബാനിയിലെ ഷെൽട്ടർ ഹോമിലെത്തുന്നു. അവിടെയും മുനവർപൂരിലെ ഷെൽട്ടർ ഹോമിൽ നിന്നും ഇതുവരെ കുട്ടികളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല. ബാക്കി എല്ലാ ഷെൽട്ടർ ഹോമിലും കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. എന്നാൽ മുനവർപൂരിലെ ഷെൽട്ടർ ഹോമിൽ നിന്ന് മാത്രം കുട്ടികളെ എങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാറില്ല എന്ന കാര്യം വൈശാലിക്ക് മനസ്സിലാവുന്നു. അതിലെന്തോ കള്ളക്കളിയുണ്ടെന്ന് അവൾ ഉറപ്പിക്കുന്നു. അന്നേരം മധുബാനി ഷെൽട്ടർ ഹോമിലെ കെയർടേക്കർ ഇവിടെ മുനവർപൂർ ഷെൽട്ടർ ഹോമിൽ നിന്നും കുട്ടികൾ വന്നിട്ടില്ല, എന്നാൽ അവിടെ നിന്ന് വന്ന ഒരു പാചകക്കാരിയുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ അവളോടൊന്ന് സംസാരിച്ചു നോക്കൂ, അവൾക്ക് എന്തെങ്കിലും കാര്യം അറിയാമായിരിക്കുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ കെയർടേക്കർ ആ പാചകക്കാരിയെ വിളിക്കുന്നു. അവളുടെ പേര് സുധ എന്നാണ്. അങ്ങനെ വൈശാലി സുധയോട് മുനവർപൂരിലെ ഷെൽട്ടർ ഹോമിൽ പെൺകുട്ടികൾ നേരിടുന്ന ലൈംഗിക ആക്രമണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ സുധ ആരെയോ ഭയക്കുന്നുണ്ട്. വൈശാലി എത്ര ചോദിച്ചിട്ടും അവൾ ഒന്നും തന്നെ പറയുന്നില്ല. അങ്ങനെ വൈശാലി അവിടെ നിന്ന് ഇറങ്ങാൻ നേരം സുധ, ഞാനെല്ലാം പറയാം, പക്ഷേ ഞാനാണ് നിങ്ങൾക്ക് വിവരം തന്നത് എന്ന് ആരും അറിയരുത്. എന്റെ വാക്കുകൾ നിങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ ശേഷം അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവനും സുധ വൈശാലിയോട് പറയുന്നു. ഈ സുധയെ അവളുടെ അച്ഛനാണ് അവിടെ ജോലിക്ക് നിർത്തിയത്. അങ്ങനെ ജോലി കിട്ടി ആദ്യ ദിവസം തന്നെ അവിടെ ഉണ്ടായിരുന്ന കെയർടേക്കർ ബേബി റാണി എന്ന സ്ത്രീ സുധയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ബേബി റാണി ആദ്യം സുധയെ പെൺകുട്ടികൾ താമസിക്കുന്ന മുറി കാണിച്ചു കൊടുക്കുന്നു. അതൊരു മുറിയായിരുന്നില്ല, വലിയൊരു ഹോളായിരുന്നു. അവിടെയാണ് 4-5 വയസ്സ് പ്രായം മുതൽ 17 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ താമസിച്ചിരുന്നത്. ആ മുറിക്ക് പുറത്തേക്ക് പോവാൻ ആ പെൺകുട്ടികൾക്ക് അനുവാദമില്ലായിരുന്നു. അങ്ങനെ പോയാൽ അവരെ ക്രൂരമായി മർദ്ദിക്കും. അവിടെയുള്ള ചെറിയ പെൺകുട്ടികളെ കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. കാരണം ഇതൊക്കെ റിയൽ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ്. അങ്ങനെ ബേബി റാണി സുധയോട്, ഈ കുട്ടികൾ ചിലപ്പോൾ നിന്നെ കടിക്കാനും മറ്റും വരും, അപ്പോൾ അവരെ തല്ലി ഓടിക്കണമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതിൽ നിന്നും ഒരു പെൺകുട്ടി അടുക്കളയിലേക്ക് വന്ന് സുധയോട്, നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോ എന്ന് പറയുന്നു. അന്നേരം സുധ, നീ പറഞ്ഞു പേടിപ്പിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി, അല്ല, നിന്റെ ജീവൻ വേണമെങ്കിൽ നീ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ എന്ന് പറയുന്നതിന് ഇടയിൽ ബേബി റാണി അങ്ങോട്ടേക്ക് വന്ന് ആ പെൺകുട്ടിയെ നീ എന്തിനാണ് അടുക്കളയിലേക്ക് വന്നത് എന്ന് ചോദിച്ച് തല്ലി ഓടിക്കുന്നു. ശേഷം ബേബി റാണി സുധയെ ഒരു വൃത്തികെട്ട രീതിയിൽ നോക്കുന്നു. അങ്ങനെ അന്ന് രാത്രി ഉറങ്ങുന്നതിന് ഇടയിൽ എന്തോ ശബ്ദം കേട്ടുണർന്ന സുധ കാണുന്നത് അവിടെയുള്ള ജോലിക്കാർ ഒരു പെൺകുട്ടിയെ കൊന്ന ശേഷം എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഈ പെൺകുട്ടിയാണ് സിനിമയുടെ തുടക്കത്തിൽ റേപ്പ് ചെയ്ത ശേഷം പ്രൈവറ്റ് പാർട്ടിലേക്ക് മുളകുപൊടി തേച്ച് കൊന്നുകളഞ്ഞത്. അങ്ങനെ സുധ ആ പെൺകുട്ടികൾ കിടക്കുന്ന മുറിയിലേക്ക് എത്തി നോക്കിയപ്പോൾ ബേബി റാണി അവിടുണ്ടായിരുന്ന പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന കാഴ്ചയാണ് അവൾ കണ്ടത്. അതുകൂടാതെ വേറൊരു മുറിയിൽ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ശിശുക്ഷേമ സമിതിയിലെ ഉദ്യോഗസ്ഥൻ മിഥിലേഷ് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് ഭയന്ന് വിറച്ച സുധയെ നേരത്തെ അവളോട് രക്ഷപ്പെടാൻ പറഞ്ഞ പെൺകുട്ടി വീണ്ടും അവളോട്, നിനക്ക് ബുദ്ധിയില്ലേ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്, ഞാൻ പറയുന്നത് കള്ളമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുവെങ്കിൽ നിന്നെ തുണിയഴിപ്പിച്ച് ഡാൻസ് കളിപ്പിക്കും, അതിന് നീ വഴങ്ങിയില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചുമുടും, ഇത് നോക്കി എന്ന് പറഞ്ഞ് അവൾ അവളുടെ കാലിലെ സിഗരറ്റ് കുറ്റി കൊണ്ട് പൊള്ളിച്ച പാടുകൾ കാണിക്കുന്നു. ഇന്നലെ എന്നെ കൊണ്ടുപോയി ഞാൻ ഒരുപാട് നിലവിളിച്ചു, പക്ഷെ എന്നെ തല്ലി ഒരു പരുവമാക്കി. ഇന്ന് 2 പെൺകുട്ടികളെ കൊണ്ടുപോയിരിക്കുകയാണ്. അവർക്ക് എന്താവുമെന്തോ ആർക്കറിയാം. അവർ ജീവനോടെ വരുമെന്ന് ഒരു ഉറപ്പുമില്ല. ഇനി നാളെ നിന്നെയും കൊണ്ടുപോകും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് ആ പെൺകുട്ടി സുധയോട് പറയുന്നു. ഇത് കേട്ട് സുധയാകെ പേടിച്ചിരിക്കുകയാണ്. ഈ ബെൻസി സാഹുവിന്റെ പ്രധാന പണി ഇവിടെയുള്ള പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കുന്നതാണ്. അതുമാത്രമല്ല അവിടെ ജോലി ചെയ്യുന്നവരും ഈ പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. അതുകൂടാതെ ഗസ്റ്റുകളെ വിളിച്ചു വരുത്തി ഈ പെൺകുട്ടികളെ അവർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് ഡാൻസ് കളിപ്പിക്കുന്നു. അങ്ങനെ അവർക്കാർക്കെങ്കിലും ഈ പെൺകുട്ടികളെ ഇഷ്ടപ്പെട്ടാൽ അവർ ആ പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കും. അതിനിടയിൽ ആ പെൺകുട്ടികൾ എതിർത്താലോ പരിക്കു പറ്റിയാലോ ആ പെൺകുട്ടികളെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളയും. അങ്ങനെ രാത്രി ഇങ്ങനെ DJ പാർട്ടി നടക്കുന്നതിന് ഇടയിൽ സുധ ആ ഷെൽട്ടർ ഹോമിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ സുധയുടെ കഥകൾ കേട്ട ഭാസ്കർ വൈശാലിയോട് ഇക്കാര്യങ്ങളൊക്കെ സുധയ്ക്ക് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ് ആ കുട്ടികളെ രക്ഷിക്കാമായിരുന്നു, അവൾ അത് ചെയ്തില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം വൈശാലി, സുധ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, കാരണം നമ്മുടെ സമൂഹം അവളെ പോലെയുള്ള പെൺകുട്ടികളെ പ്രാപ്തരല്ലാത്തവരാക്കി തീർത്തു. അവൾ ആരോട് പറയാൻ, അവളുടെ കൂടെ ആരു നിൽക്കാൻ ആരുമില്ല, അവൾക്ക് ഒന്നും തന്നെ പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറ്റും. നമ്മുടെ മുഴുവൻ ശക്തിയെടുത്ത് പരിശ്രമിക്കണം, ആ കുട്ടികളെ രക്ഷപ്പെടുത്തണം, അവർക്ക് നീതി കിട്ടണം. അല്ലെങ്കിൽ നമ്മളും മൃഗങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് സങ്കടത്തോടെ ഭാസ്കർജിയോട് ചോദിക്കുന്നു. അങ്ങനെ അടുത്ത സീനിൽ വൈശാലിയുടെ ചേട്ടൻ അവിടെ വീട്ടിൽ വന്ന്, നീ ഈ ബെൻസി ബാബുവിന്റെ പിറകെ പോകുന്നത് അപകടമാണ്, പിന്നെ നിനക്കെന്തെങ്കിലും അയാളെക്കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോയി കേസ് കൊടുക്ക്, ബാക്കി കാര്യം അവർ നോക്കിക്കൊള്ളും, നീ വെറുതെ വലിയ മീഡിയക്കാരിയാണെന്ന് പറഞ്ഞ് പ്രശ്നത്തിൽ ചാടരുതെന്നൊക്കെ പറയുന്നു.
അന്നേരം വൈശാലി, കോടതിയിൽ പോകണമെങ്കിൽ ഒരു വക്കീൽ വേണമല്ലോ, നിങ്ങൾ വക്കീലല്ലേ, നിങ്ങൾ മുഖേന ഞാനൊരു പൊതു താൽപര്യ ഹർജി സമർപ്പിക്കാം, നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിക്കുന്നു. അന്നേരം വൈശാലിയുടെ ഏട്ടൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ വൈശാലി, കോട്ടിട്ടതുകൊണ്ട് മാത്രം ഒരുത്തൻ വക്കീലാവില്ല, കോടതിയുടെ പുറത്ത് ഒരുപാട് വക്കീലന്മാർ വേറെയുണ്ട്, ഞാൻ അവരെ ആരെങ്കിലും സഹായത്തിന് വിളിച്ചോളാമെന്ന് പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ മുനവർപൂരിലെ ഷെൽട്ടർ ഹോമിനെതിരെ ആരോ പൊതു താൽപര്യ ഹർജി സമർപ്പിച്ച വിവരമറിഞ്ഞ ബെൻസി സാവു ദേഷ്യപ്പെടുന്നു. അന്നേരം അവന്റെ കൂടെ ഉണ്ടായിരുന്ന സോനു എന്ന ഗുണ്ട ഈ ഹർജി ആ മീഡിയക്കാരി വൈശാലി ആയിരിക്കും സമർപ്പിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നു. എന്നാൽ ഈ ഹർജി ആരാണ് ഫയൽ ചെയ്തതെന്ന് ആർക്കും അറിയില്ല. കാരണം ഹർജിക്കാരന്റെ പേര് ആ പൊതു താൽപര്യ ഹർജിയിൽ ഇല്ലായിരുന്നു. ഈ ഹർജി പ്രശ്നമാവും എന്നറിഞ്ഞ ബെൻസി ബാഹു എത്രയും പെട്ടെന്ന് പട്നായിലേക്ക് വിളിച്ച് ബ്രിജ് മോഹനോട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ ബെൻസി സാവും കൂട്ടരും ബ്രിജു മോഹനോട് സംസാരിക്കുന്നു. ഈ ബ്രിജു മോഹനൻ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ഭർത്താവാണ്. അന്നേരം അയാൾ, ഇതൊന്നും കുഴപ്പമില്ല, ഞാനെല്ലാം ശരിയാക്കാം, പക്ഷെ നിങ്ങൾ ആ വൈശാലിയെ ഒന്നും ചെയ്യരുത്, കാരണം അവൾ ഒരു പത്രപ്രവർത്തകയാണ്, അതിലുപരി ഒരു സ്ത്രീയും, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാഷണൽ മീഡിയസ് വരെ വാർത്തയെത്തും, പിന്നെ ഇക്കാര്യം നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം ബെൻസി സാവു ദേഷ്യത്തോടെ, ഞാൻ കുടുങ്ങിയാൽ എല്ലാത്തിനെയും ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതേ സമയം വൈശാലി മുനവർപൂരിലെ ഷെൽട്ടർ ഹോമിൽ നടക്കുന്ന ക്രൂരത സോഷ്യൽ മീഡിയ വഴി വൈറലാക്കാൻ പ്ലാൻ ചെയ്യുന്നു. അന്നേരം ഭാസ്കർജി, എന്റെ വീട്ടിൽ ഒരുത്തനുണ്ട്, എന്റെ മകൻ, അവനെ നമുക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ വിളിക്കാം, അവനെപ്പോഴും ഈ ഫോണിൽ കുത്തിയിരിപ്പാണ് എന്ന് പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ മുനവർപൂരിലെ ഷെൽട്ടർ ഹോമിലെ കുട്ടികളെ ബേബി റാണി വിരയ്ക്കുള്ള ടാബ്ലറ്റ് എന്ന് പറഞ്ഞ് മയക്കുമരുന്ന് കൊടുക്കുന്നു. ഇതേ സമയം ബെൻസി സാവു മുകളിലത്തെ മുറിയിൽ 2 പെൺകുട്ടികളെ, നിങ്ങൾ അനാഥരാണ്, ഞാനാണ് നിങ്ങളെ രക്ഷിച്ചത്, നിങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും താമസ സൗകര്യവും ഒക്കെ തന്നത് ഞാനാണ് നിങ്ങളുടെ നാഥൻ, അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അന്നേരം സോനു വന്ന് ബെൻസി സാഹുവിനോട് പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തത് ആരാണ് എന്ന് അറിയില്ല, എന്നാൽ ആ മീഡിയക്കാരി വൈശാലിയുടെ സഹോദരൻ ഒരു വക്കീലാണ്, ചിലപ്പോൾ അയാളായിരിക്കാം ഹർജി കൊടുത്തത് എന്ന് പറയുന്നു. അന്നേരം ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന ബെൻസി സാഹു ആ ദേഷ്യം മുഴുവനും ആ പെൺകുട്ടികളെ ബെൽറ്റ് കൊണ്ട് തല്ലി തീർക്കുന്നു. ആ പെൺകുട്ടികൾ ഞങ്ങളെ തല്ലരുത് എന്ന് പറഞ്ഞ് ഉറക്കെ കൈകുപ്പി കരയുന്നു. ശേഷം ബെൻസി സാവു വൈശാലിയുടെ ചേട്ടന്റെ തല തല്ലി പൊട്ടിക്കാൻ സോനുവിനോട് പറഞ്ഞേൽപ്പിക്കുന്നു. അങ്ങനെ അടുത്ത സീനിൽ തന്റെ ഏട്ടനെ ബെൻസി സാവുവിന്റെ ആൾക്കാർ തല്ലി തലപൊട്ടിച്ചതറിഞ്ഞ വൈശാലി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു. എന്നാൽ SI ബെൻസി സാവു നല്ലൊരു മനുഷ്യനാണ്, അയാൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് FIR ഇടുന്നില്ല, പരാതി സ്വീകരിക്കുന്നില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വൈശാലി ദേഷ്യപ്പെട്ട് നേരെ ഏട്ടനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അയാളുടെ തലയും കൈയും കാലും ബെൻസി സാവുവിന്റെ ഗുണ്ടയായ സോനു തല്ലി ഒടിച്ചിരിക്കുന്നു. ഏട്ടനെ കണ്ടപ്പോൾ സങ്കടത്തോടെ വൈശാലി ആ പൊതു താൽപര്യ ഹർജി കൊടുത്ത കാര്യം എന്നോട് എന്താണ് പറയാത്തതെന്ന് ചോദിക്കുന്നു. അന്നേരം ചേട്ടൻ, എനിക്ക് വട്ടാണോ ബെൻസി സാവുവിനെതിരെ ഹർജി കൊടുക്കാൻ, ഞാൻ ഒരു ഹർജിയും കൊടുത്തിട്ടില്ല, നീ വലിയ ആളെ പോലെ സമൂഹത്തിനെ മാറ്റിമറിക്കാൻ പോയതിന് ബെൻസി സാവുവിന്റെ ആൾക്കാർ എന്നെയാണ് തല്ലിച്ചതച്ചത്, ഇപ്പോൾ നിനക്ക് സമാധാനമായോ എന്ന് ചോദിച്ചുകൊണ്ട് ആശുപത്രിയിൽ വെച്ച് ബഹളം വെക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് സങ്കടത്തോടെ ഇറങ്ങിയ വൈശാലിയെ അവളുടെ ഭർത്താവ് ആശ്വസിപ്പിക്കുന്നു. ഇതൊരു പുരുഷാധിപത്യമുള്ള സമൂഹമാണ്, ഇവിടെ ഭാര്യ നല്ലത് ചെയ്താലും അവളെ പിന്തുണയ്ക്കാൻ പറ്റുന്നില്ല, നീ എന്നോട് ക്ഷമിക്ക്, നീ മുനവർപൂർ വരെ ഈ സ്കൂട്ടിയിലാണോ പോയത്, നീ തൽക്കാലം വണ്ടി എടുത്തോ, എനിക്ക് സ്കൂട്ടറാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞ് വൈശാലിയെ കെട്ടിപ്പിടിച്ച് അവൻ ആശ്വസിപ്പിക്കുന്നു. അന്നേരം വൈശാലി, ചേട്ടൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് ആ ഹർജി ഫയൽ ചെയ്തത്, എന്തായാലും ചേട്ടന്റെ പരിക്കുകൾ കൊണ്ട് നമുക്ക് വേറെ രീതിയിൽ യൂസ് ചെയ്യാം, അതുവഴി ചേട്ടന് കുറച്ച് പുണ്യം കിട്ടട്ടെ എന്ന് പറഞ്ഞ് അവൾ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. മുനവർപൂരിലെ ഷെൽട്ടർ ഹോമിനെതിരെ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്ത വക്കീലിനെ സോനു എന്ന ഗുണ്ട ആക്രമിച്ചു എന്ന വാർത്ത സ്പോട്ടിൽ ഷൂട്ട് ചെയ്യുന്നു. ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നത് അരവിന്ദാണ്. ഈ വീഡിയോ അവർ യൂട്യൂബിലും അവളുടെ വാർത്താ ചാനലിലുമൊക്കെ പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഭാസ്കർജി ഒരു പത്രമെടുത്ത് വൈശാലിയോട്, ഇത് പുതിയ പാട്ന SP ആണ്, അവരൊരു സ്ത്രീയാണ്, എന്നാൽ ആള് പുലിയാണ്, നമുക്ക് അവരെ പോയി കണ്ട് ഈ വിവരങ്ങളൊക്കെ കൈമാറാം, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ വൈശാലി SP കണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഓഡിറ്റ് റിപ്പോർട്ട് കൈമാറുന്നു. അന്നേരം ആ SP വൈശാലിയുടെ ചേട്ടനെ തല്ലിയ കേസിൽ FIR ഇടാത്തതുകൊണ്ട് ആ SIയെ എത്രയും പെട്ടെന്ന് തന്നെ വന്ന് കാണണമെന്ന് പറയുന്നു. എന്നിട്ട് ആ റിപ്പോർട്ട് വായിച്ച ശേഷം വൈശാലിയോട്, ഈ റിപ്പോർട്ട് ഫേക്ക് ആണെങ്കിലോ, ഇതൊരു ഗവൺമെന്റ് റിപ്പോർട്ടല്ല, അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒരു തെളിവുമില്ല, ഈ ഒരു റിപ്പോർട്ട് വെച്ച് അവരെ അറസ്റ്റ് ചെയ്യാനോ അവർക്കെതിരെ അന്വേഷിക്കാനോ പറ്റില്ല, എന്തായാലും ഞാൻ എന്റെ സുപ്പീരിയർ ഓഫീസറുമായി ഒന്ന് സംസാരിച്ച ശേഷം വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് വൈശാലിക്ക് വാക്ക് നൽകുന്നു. അങ്ങനെ അടുത്ത സീനിൽ സോനുവിനെ അറസ്റ്റ് ചെയ്യാൻ SP നിർദ്ദേശപ്രകാരം പോലീസ് എത്തുന്നുണ്ടെങ്കിലും ബെൻസി സാവു ആ പോലീസുകാരോട് ദേഷ്യപ്പെട്ട് അവരെ മടക്കി അയക്കുന്നു. അയാൾ സോനുവിനെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അടുത്ത സീനിൽ വൈശാലിക്ക് ആ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്ത ഗുപ്ത വന്ന് ബാക്കി പൈസയ്ക്ക് ബഹളം വെക്കുന്നു. എന്റെ കല്യാണം നിശ്ചയിച്ചു, വേറെ പത്രക്കാർക്ക് ആ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിരുന്നുവെങ്കിൽ എനിക്ക് ലക്ഷങ്ങൾ കിട്ടുമായിരുന്നു, അതുമാത്രമല്ല നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാനൊരു പൊതു താൽപര്യ ഹർജി വരെ കൊടുത്തു എന്ന് ഭാസ്കർജിയോട് പറയുന്നു. ഇത് കേട്ട ഭാസ്കർജി ഒന്ന് ഞെട്ടുന്നു. കാരണം മുനവർപൂരിലെ ഷെൽട്ടർ ഹോമിനെതിരെ ഹർജി കൊടുത്തത് ആരാണെന്ന് ഇവർക്ക് ഇതുവരെ ഒരു പിടിയുമുണ്ടായിരുന്നില്ല, അത് നമ്മളെ ഗുപ്താജിയായിരുന്നു കൊടുത്തത്. അങ്ങനെ അടുത്ത സീനിൽ SP തന്റെ സുപ്പീരിയർ ഓഫീസറെ കണ്ട് വൈശാലി സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നു. അന്നേരം ഓഫീസർ, ഇത് പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട കേസാണ്, അതുകൊണ്ട് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ അനുമതി ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മളായിരിക്കും കുടുങ്ങുന്നത് എന്ന് പറഞ്ഞ് ഒഴിയുന്നു.
അടുത്ത സീനിൽ SP വൈശാലിയോട് നിന്റെ ചേട്ടനെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ പോയ പോലീസുകാരെ ബെൻസി ബാബു തടഞ്ഞു. സോനുവിനെ അറസ്റ്റ് ചെയ്യാൻ അവൻ സമ്മതിച്ചില്ല. അത് മാത്രമല്ല നിന്റെ കയ്യിലുള്ള ആ റിപ്പോർട്ട് കൊണ്ട് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ തെളിവുകളോ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ റിപ്പോർട്ടോ ഒന്നും തന്നെ ഇല്ല. അതുകൂടാതെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് വന്നിട്ട് 2 മാസമായി. എന്നിട്ടും സർക്കാർ അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എങ്കിൽ അവരുടെ സ്വാധീനം നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമാണ് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട വൈശാലി എന്റെ അവസാനത്തെ വഴിയായിരുന്നു നിങ്ങൾ, എന്നാൽ അതും ഇപ്പോൾ അടഞ്ഞിരിക്കുന്നു. ഇനി ആ കുട്ടികളെ ആര് രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നു. അന്നേരം SP ഒരാളെ കൊണ്ട് മാത്രമേ ആ കുട്ടികളെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അത് മറ്റാരുമല്ല, അത് നീ തന്നെയാണ് വൈശാലി എന്ന് ആ SP വൈശാലിയോട് പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ ആ കുട്ടികളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി വൈശാലിയുടെ പ്ലാൻ പ്രകാരം സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ മന്ത്രിയായ രജനി സിംഗിനെ സമ്മർദ്ദത്തിലാക്കാൻ വൈശാലി തീരുമാനിക്കുന്നു. അതിനായി ഭാസ്കർജി രജനി സിംഗിന്റെ ഭർത്താവിനെ പോയി കാണുന്നു. അയാളുടെ പേര് ബ്രിജു മോഹനൻ എന്നാണ്. ഇയാൾ ബെൻസി ബാബുവിന്റെ അടുത്ത ആളാണ്. അങ്ങനെ ഭാസ്കർജി ബ്രിജു മോഹനനെ കണ്ട് ഞാൻ വൈശാലിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. ഈ വൈശാലി മുനവർപൂർ ഷെൽട്ടർ ഹോമിനെ കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. അതിൽ നിങ്ങളുടെയും ബെൻസി സാബുവിന്റെയും സോനുവിന്റെയും ഒക്കെ പേരുണ്ട്. നിങ്ങളൊരു നല്ല മനുഷ്യനല്ലേ? നിങ്ങളുടെ പേര് എങ്ങനെയാണ് ആ വൈശാലിയുടെ കയ്യിൽ കിട്ടിയതെന്ന് എനിക്കറിയില്ല. അന്നേരം ബ്രിജു മോഹനൻ വൈശാലിക്ക് എവിടുന്നാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത് എന്ന് ചോദിക്കുന്നു. അന്നേരം ഭാസ്കർജി അതൊരു സീക്രട്ട് ആണ്. ആ ബെൻസി ബാബുവിന്റെ കൂടെയുള്ള CWC ഉദ്യോഗസ്ഥൻ മിഥിലേഷ് ഇല്ലേ, അവനാണ് ഇൻഫർമേഷൻ ഒക്കെ വൈശാലിക്ക് കൈമാറിയത്. അയാൾ ഗവൺമെന്റിന്റെ മാപ്പുസാക്ഷിയാവാൻ തീരുമാനിച്ചു എന്നൊക്കെ കള്ളം പറയുന്നു. അങ്ങനെ ബ്രിജു മോഹനൻ നീ എന്തിനാണ് ഇക്കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നതെന്ന് ചോദിക്കുന്നു. അന്നേരം ഭാസ്കർജി ഞാൻ നിങ്ങളുടെ ഫോളോവറാണ്, നിങ്ങളൊരു നല്ല മനുഷ്യനാണ് എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ബ്രിജു മോഹനൻ ഭാസ്കർജിക്ക് കുറച്ച് പൈസ കൊടുത്ത ശേഷം എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ നീ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞേൽപ്പിക്കുന്നു. അങ്ങനെ അടുത്ത സീനിൽ വൈശാലി വാർത്തയിലൂടെ മുനവർപൂരിലെ ഷെൽട്ടർ ഹോമിനെതിരെ ഹർജി കൊടുത്ത വക്കീലിനെ ആക്രമിച്ച സോനുവിനെ SP-യുടെ നിർദ്ദേശപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോയെങ്കിലും മുനവർപൂർ ഷെൽട്ടർ ഹോമിന്റെ ഉടമയായ ബെൻസി സാവു സോനുവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ അനുവദിച്ചില്ല. ഈ സോനു അതേ ഷെൽട്ടർ ഹോമിലെ ജോലിക്കാരനാണ്. ഈ ബെൻസി സാവു സമൂഹത്തിന് മുന്നിൽ നിന്നും എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ ഇതുവരെ ഈ മുനവർപൂർ ഷെൽട്ടർ ഹോമിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അടുത്ത സീനിൽ ഗുപ്താജി വന്ന് വൈശാലിയോട് നിങ്ങൾ സത്യസന്ധയായ പത്രപ്രവർത്തകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ മുനവർപൂർ ഓഡിറ്റ് റിപ്പോർട്ട് തന്നത്. അതേപോലെ നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയി ഒരു ഇൻഫർമേഷൻ തരാം. സീതാമർണി സാമൂഹ്യക്ഷേമ വകുപ്പിലെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു സത്യജിത്ത് ദുബെ. എന്നാൽ അയാൾ 4 ദിവസം മുമ്പ് വെടിയേറ്റു കൊല്ലപ്പെട്ടു. ഏതോ സ്കോളർഷിപ്പ് തട്ടിപ്പ് സംഘമാണ് അയാളെ കൊന്നുകളഞ്ഞത്. എന്നാൽ ഈ കേസ് നമുക്ക് അനുകൂലമായി വഴിതിരിച്ച് വിട്ടാൽ കേസിന്റെ ഗതി തന്നെ മാറുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ ബ്രിജു മോഹനൻ ബെൻസി സാവുവിനെ ഫോൺ വിളിച്ച് നീ എന്നെ കൊടുക്കാൻ നോക്കുന്നോ? നിന്റെ കൂടെയുള്ള മിഥിലേഷ് ഇല്ലേ, അവൻ എല്ലാം പോയി വൈശാലിയോട് പറഞ്ഞിരിക്കുന്നു. അവൻ ഗവൺമെന്റിന്റെ മാപ്പുസാക്ഷി അവൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ ബെൻസി സാവു മിഥിലേഷിനെ തല്ലി നീ ഗവൺമെന്റിന്റെ മാപ്പുസാക്ഷിയാണോ എന്ന് ചോദിക്കുന്നു. അന്നേരം അവൻ എനിക്കൊന്നും അറിയില്ല, ഞാൻ മാപ്പുസാക്ഷിയൊന്നുമല്ല, നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കരയുന്നു. ഇതേ സമയം വൈശാലി ഞാൻ ആ ബെൻസി സാവുവിന്റെ വിധി ഇന്ന് എഴുതും എന്ന് പറഞ്ഞ് വാർത്ത റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ വാർത്തയിൽ വൈശാലി ഈ മരിച്ച സത്യജിത്ത് ദുബെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അയാളെ സ്കോളർഷിപ്പ് തട്ടിപ്പ് സംഘമാണ് 4 ദിവസം മുമ്പ് കൊന്നുകളഞ്ഞത്. എന്നാൽ ഇതുവരെ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ അറസ്റ്റ് ചെയ്താൽ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ എല്ലാ രഹസ്യങ്ങളും പുറത്തുവരും. ഈ മരിച്ച ഉദ്യോഗസ്ഥന് മുനവർപൂരിലെ വുമൺ ഷെൽട്ടർ ഹോമിൽ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളെ കുറിച്ച് അറിയാം. അതുകൊണ്ടുകൂടി ആയിരിക്കാം അയാളെയും കൊന്നുകളഞ്ഞത്. അവിടെ പെൺകുട്ടികൾ നേരിടുന്ന ചൂഷണത്തിന്റെ എല്ലാ തെളിവുകളും എന്റെ കയ്യിൽ എന്ന് വൈശാലി വാർത്തയിലൂടെ അറിയിക്കുന്നു. അതുമാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട VIP-കളുടെ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട്, നാളെ അത് ഞാൻ പുറത്തുവിടുമെന്നൊക്കെ വൈശാലി വാർത്തയിലൂടെ പറയുന്നു. ഈ വാർത്ത കണ്ട് ബ്രിജു മോഹനൻ, അയാളുടെ ഭാര്യ മന്ത്രി രജനി സിംഗ്, ബെൻസി സാവു അങ്ങനെ എല്ലാവരും ഭയക്കുന്നു. തന്റെ മന്ത്രിസ്ഥാനം തെറിക്കുമെന്ന് രജനി സിംഗ് ഉറപ്പിക്കുന്നു. അന്നേരം തന്നെ മുഖ്യമന്ത്രി വിളിച്ച് രജനി സിംഗിനോട് മുനവർപൂരിലെ ബാലിക കേന്ദ്രത്തിൽ റെയ്ഡ് നടത്താനും ബെൻസി സാവുവിനെ അറസ്റ്റ് ചെയ്ത് FIR ഇടാനും പറയുന്നു. ഇക്കാര്യം അറിഞ്ഞ ബ്രിജു മോഹനൻ ആകെ ടെൻഷൻ അടിക്കുന്നു. അങ്ങനെ അടുത്ത സീനിൽ SP വൈശാലിയെ വിളിച്ച് FIR രജിസ്റ്റർ ചെയ്യാൻ തീരുമാനമായി. ഒഫീഷ്യൽ ഓർഡർ വന്നാൽ ഞങ്ങൾ ബാലിക കേന്ദ്രം ഉടനെ റെയ്ഡ് ചെയ്ത് കുട്ടികളെ പുറത്തെത്തിക്കും. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അവിടെ നിന്ന് രക്ഷിച്ച കുട്ടികളെ നേരെ CWCയിൽ കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പ് നടത്തിയ ശേഷം മൊഴിയെടുക്കും. പിന്നെ CWCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസ് മുന്നോട്ട് പോകുക എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ വൈശാലി ആശങ്കയോടെ ആ CWC ഉദ്യോഗസ്ഥൻ ബെൻസി സാവുവിന്റെ ആളാണ്, അയാളും കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ട്, അയാളാണ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ കുട്ടികൾ അനുഭവിച്ചതൊന്നും പുറം ലോകം അറിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നു. അന്നേരം SP നമ്മുടെ കയ്യിൽ അയാൾക്കെതിരെ തെളിവുകളില്ല, അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണ്, യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പോലും തെളിവുകളില്ലെങ്കിൽ ഇവിടെ ഒന്നും തന്നെ നടക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ വൈശാലി തെളിവുകൾ ഞാൻ കൊണ്ടു തന്നാലോ, നിങ്ങൾ എന്തു ചെയ്യുമെന്ന് ചോദിക്കുന്നു. അന്നേരം SP ഒരുത്തന്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഞാൻ എല്ലാത്തിനും പിടിച്ച് അകത്തിടുമെന്ന് പറയുന്നു. ഇതേ സമയം മുനവർപൂരിലെ ഷെൽട്ടർ ഹോമിൽ ബെൻസി സാബുവിനോട് മിഥിലേഷ് എന്നെ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം, എനിക്ക് 2 പിള്ളേരുണ്ട്, ഞാനൊരു അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുന്നു. അന്നേരം ബെൻസി സാബു പോവേണ്ടവർക്ക് പോവാം, ഞാൻ എങ്ങോട്ടും ഓടി രക്ഷപ്പെടില്ല, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയുന്നു. അന്നേരം തന്നെ മിഥിലേഷ് നന്ദി പറഞ്ഞ് തന്റെ തടി തപ്പി ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ ബാക്കിയുള്ളവർ രണ്ടും കൽപ്പിച്ച് ബെൻസി സാബുവിന്റെ കൂടെ തന്നെ നിൽക്കുന്നു.
അങ്ങനെ അടുത്ത സീനിൽ വൈശാലി SP കൈമാറാൻ തെളിവിനായി സുധയോട് മുനവർപൂരിലെ ഷെൽട്ടർ ഹോമിൽ നടക്കുന്ന കാര്യങ്ങൾ സമൂഹത്തോട് പറയാൻ വേണ്ടി പറയുന്നു. എന്നാൽ സുധ അതെനിക്ക് പറ്റില്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന്. ആ ബെൻസി സാഹു അവൻ നല്ലവനല്ല, അവരാരും നല്ലവരല്ല, അവരെന്നെ ഉപദ്രവിക്കും. പിന്നെ അവിടെയുള്ള കുട്ടികൾ അവരും ഞാനുമായി ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം വൈശാലി അവർ നിന്റെ ആരുമല്ല, ശരിയാണ്, പക്ഷെ നീ അവർക്ക് ആരെങ്കിലും ആണോ? അല്ല. എന്നാലും ആ പെൺകുട്ടികൾ നിന്നോട് അവിടെ നിന്ന് ഓടിപ്പോകാൻ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ പറഞ്ഞത് എന്ന് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അന്ന് നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നില്ലെങ്കിലോ നിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? നിന്റെ ബാക്കി ജീവിതം ആ കുട്ടികളെ പോലെ ആകുമായിരുന്നു. ആ വൃത്തികെട്ടവന്മാർ എങ്ങനെയുള്ളവരാണെന്ന് നിനക്കറിയാം. ഇനിയും കൊച്ചുകുട്ടികളെ അവർ ഇരയാക്കും. അവർക്ക് പാചകം ചെയ്യാൻ വേറെയും ഒരു സുധ വരും. ആ സുധ ചിലപ്പോൾ രക്ഷപ്പെടണമെന്നില്ല. അവളെ ആ ഭൂതങ്ങൾ കടിച്ചു കീറി കൊന്നുകളയും. നിനക്ക് എന്നെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒരു പണിയുമില്ലാതെ ഇതിന്റെ പിറകെ നടക്കാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? എനിക്കിതൊന്നും ശ്രദ്ധിക്കാതെ എന്റെ കാര്യം നോക്കി സമാധാനത്തോടെ ജീവിച്ചൂടെ? വല്ലവന്റെ വീട്ടിലെ പെൺകുട്ടികൾക്ക് വേണ്ടി ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ എന്തിനാണ് ഇതിന്റെ പിറകെ പോകുന്നത്? എന്നോട് ആരെങ്കിലും ചോദിക്കുമോ നീ ആ പെൺകുട്ടികളെ എന്താ രക്ഷിക്കാത്തത് എന്ന്? ഇല്ല, എന്നോട് ആരും ചോദിക്കില്ല. പക്ഷെ എന്റെ മനസ്സാക്ഷി എന്നോട് ചോദിക്കും. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പോലും സാധിക്കില്ലായിരുന്നു. ഞാൻ ഈ കഷ്ടപ്പെടുന്നത് എനിക്ക് വേണ്ടിയല്ല, പാവപ്പെട്ട ആ ചെറിയ പെൺകുട്ടികൾക്ക് വേണ്ടിയാണ്. ആരോരുമില്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികൾ. അവരുടെ മുന്നിലോ പിന്നിലോ ആരും തന്നെയില്ല. അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ മോളെ നിനക്ക് സുഖമാണോ, നിനക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കാൻ പോലും അവർക്കാരുമില്ല. നീ ഒന്ന് വിചാരിച്ചാൽ അവരുടെ ജീവനും ജീവിതവും രക്ഷിക്കാൻ പറ്റും. ഇനിയൊരു പെൺകുട്ടിക്കും ഈ ഗതി ഉണ്ടാവില്ല. എന്നാൽ വൈശാലി ഇത്രയൊക്കെ പറഞ്ഞിട്ടും സുധ ഒന്നും പറയാതെ അനങ്ങാതെ നിൽക്കുന്നത് കണ്ട് ദേഷ്യം വന്ന വൈശാലി, ശരിയാണ്, നീ ഒന്നും പറയണ്ട, നീ ചെവിയും കണ്ണും വായും പൊത്തി അവനവന് വേണ്ടി ജീവിച്ച് അവനവന് വേണ്ടി തന്നെ മരിച്ചോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങുന്നു. ഇനി ആ കുട്ടികളെ രക്ഷിക്കാൻ വേറെ വഴിയില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് വൈശാലിക്ക് ഒരു പിടിയുമില്ല. അന്നേരം സുധ പിറകെ ഓടി വന്ന് അവൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറയാമെന്ന് പറയുന്നു. അങ്ങനെ സുധക്കറിയാവുന്ന മുനവർപൂരിലെ പെൺകുട്ടികൾ നേരിടുന്ന എല്ലാ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് മുഖമറച്ച് വൈശാലിയുടെ ചാനലിലൂടെ വെളിപ്പെടുത്തുന്നു. അവിടെയുള്ള പെൺകുട്ടികൾക്ക് വിരയ്ക്കുള്ള മരുന്നാണെന്ന് പറഞ്ഞ് ഉറക്ക ഗുളിക കൊടുത്ത് എല്ലാ ദിവസവും ഓരോരുത്തർ വന്ന് പീഡിപ്പിക്കും. പ്രഗ്നന്റ് ആയവർക്ക് ടാബ്ലറ്റ് നൽകി അബോർഷൻ ചെയ്യും. അങ്ങനെ നടന്നില്ലെങ്കിൽ ആ പെൺകുട്ടികളെ കൊന്നുകളയും. അവിടെ ജോലി ചെയ്യുന്ന ബേബി റാണി എന്ന സ്ത്രീയും പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കും. ബെൻസി സാഹു, മിഥിലേഷ്, സോനു, പിന്നെ അവിടെ വരുന്ന ഡോക്ടേഴ്സ്, ഇവരെല്ലാവരും ആ കുട്ടികളെ അശ്ലീല പാട്ടിന്റെ കൂടെ നൃത്തം ചെയ്യിപ്പിക്കും, അശ്ലീല സിനിമ കാണിപ്പിക്കും, ശേഷം പീഡിപ്പിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഈ വാർത്ത നാഷണൽ ലെവലിൽ വൈറലാകുന്നു. അങ്ങനെ ഈ വാർത്ത കണ്ട പ്രിജു മോഹനനും അവന്റെ ഭാര്യയായ മന്ത്രിയും ആകെ ധർമ്മസങ്കടത്തിലാവുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ SP മുനവർപൂരിലെ ബാലിക അഭയകേന്ദ്രം സെർച്ച് ചെയ്ത് പെൺകുട്ടികളെ രക്ഷിക്കുന്നു. അവിടുത്തെ പെൺകുട്ടികളുടെ അവസ്ഥ കണ്ട് SPക്ക് തന്നെ എന്തോ പോലെയാകുന്നു. അത്രയ്ക്കും പരിതാപകരമായിരുന്നു ആ കുട്ടികളുടെ അവസ്ഥ. ശേഷം ബേബി റാണി, ബെൻസി സാഹു, അവന്റെ കൂടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ബെൻസി സാഹുവിനെ പോലീസ് വണ്ടിയിൽ കയറ്റുമ്പോൾ അയാൾ വൈശാലിയെ നോക്കി ചിരിക്കുന്നു. അന്നേരം അവിടെ എല്ലാ മീഡിയക്കാരും എത്തിയിരുന്നു. അങ്ങനെ ഈ റെയ്ഡും ഈ അറസ്റ്റും ഒക്കെ ചെയ്ത് ആ പെൺകുട്ടികളെ രക്ഷിച്ചത് തന്റെ മിടുക്കാണെന്ന രീതിയിൽ മന്ത്രി രജനി സിംഗ് പത്രക്കാരോട് സംസാരിക്കുന്നു. ഈ വാർത്ത നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്നു. അങ്ങനെ മുഖ്യമന്ത്രി, ഈ സർക്കാർ സ്ത്രീകളുടെ കൂടെയാണ്, ആ കുട്ടികൾക്ക് നീതി ലഭിക്കും, ആ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്ന് പത്രക്കാർക്ക് ഉറപ്പു നൽകുന്നു. അങ്ങനെ അടുത്ത സീനിൽ വൈശാലി തന്റെ വാർത്തയിലൂടെ ജനങ്ങളോട് ഈ പ്രതികളെ പിടിച്ചു, അതുകൊണ്ട് ഇവിടെ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഇന്ന് മുനവർപൂരിൽ സംഭവിച്ചു, നാളെ വേറൊരു സ്ഥലത്ത് സംഭവിക്കും. അന്നും ചിലർ പ്രതികരിക്കും. എന്നാൽ ചിലർ സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗിൽ മാത്രം പ്രതികരിക്കും. ചിലർ ഇതെന്റെ വീട്ടിലെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറും. വാർത്താ മാധ്യമങ്ങൾ അവർ TRP ഉള്ള വാർത്തകൾ മാത്രമേ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കൂ. ഇതേപോലെ ആരോരുമില്ലാത്ത അനാഥരുടെ കഷ്ടപ്പാടുകൾ കാണാൻ ആരുമില്ല. ആ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ ഓക്കെയാണോ എന്ന് ചോദിക്കാൻ പോലും അവർക്കാരുമില്ല. ആ കുട്ടികൾ അവരുടെ അമ്മമാരെ ഇതുവരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മുടെ മുഖം ചെറിയ രീതിയിലൊന്നും മാറിയാൽ നമ്മുടെ അമ്മ വന്ന് എന്താണ് പ്രശ്നം, എന്താണ് കാര്യം, നീ ഓക്കെയല്ലേ എന്ന് ചോദിക്കും. എന്നാൽ ഈ പീഡനത്തിനിരയായ 3-4 വയസ്സുള്ള കുട്ടികൾക്ക് അറിയില്ല അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന്. കാരണം അവർ അത്രയ്ക്കും ചെറുതാണ്. പക്ഷെ ഇതൊന്നും കണ്ട് നമ്മൾ ആരും പ്രതികരിക്കില്ല. സ്വന്തം കുടുംബത്തിൽ നടക്കുമ്പോഴേ ഭൂരിഭാഗം ജനങ്ങളും പ്രതികരിക്കുകയുള്ളൂ. ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് പ്രതികരിക്കാത്ത മനുഷ്യരോട് നിങ്ങൾ മനുഷ്യർ തന്നെയാണോ, അതോ നിങ്ങളും രാക്ഷസനാണോ എന്ന വൈശാലിയുടെ ചോദ്യത്തോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. ഈ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ കമന്റിൽ രേഖപ്പെടുത്തിയാൽ എന്നെ കൊണ്ട് ആവുന്ന വിധം ആ സിനിമ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക്